പുൽവാമ ഭീകരാക്രമണത്തിന് ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ നിന്ന്. ആക്രമണത്തിന് 8 ദിവസം മുൻപ് മസൂദ് അസർ നൽകിയ ശബ്ദ സന്ദേശം ഇന്ത്യക്ക് ലഭിച്ചു. രാജ്യാന്തര ഏജൻസികൾക്ക് ഇന്ത്യ തെളിവ് കൈമാറും. ഇന്ത്യയിൽ ആക്രമണം നടത്താനായി ഭീകര സംഘടനകൾ പാകിസ്ഥാനിൽ യോഗം ചേർന്നു. യോഗത്തിൽ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIലെ ബ്രിഗേഡിയറും പങ്കെടുത്തിരുന്നു. റാവൽപിണ്ടിയിലെ ആർമി ആശുപത്രിയിൽ ഗൂഢാലോചന നടന്നു. ചികിത്സയ്ക്കെന്ന പേരിൽ 4 മാസമായി ആശുപത്രിയിൽ കഴിയുന്ന ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകി. അനന്തരവനായ ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നാവശ്യപ്പെടുന്ന മസൂദ് ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ മസൂദിന്റെ അനന്തരവനെ സുരക്ഷാ സൈന്യം ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയിരുന്നു. ശബ്ദ സന്ദേശത്തിൽ മസൂദ് ഇങ്ങനെ പറയുന്നു: അതിർത്തി കടന്നുള്ള പോരാട്ടങ്ങളെ ചിലർ തീവ്രവാദി ആക്രമണങ്ങളായി ചിത്രീകരിക്കാം. അവരെ കണക്കിലെടുക്കേണ്ട. യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ ആനന്ദകരമായ മറ്റൊന്നുമില്ല. ശബ്ദ സന്ദേശം ഉപയോഗിച്ച് കാശ്മീർ താഴ്വരയിലെ യുവാക്കളെ മാനസികമായി അടിമകളാക്കാനും സൈന്യത്തിനെതിരെ സ്ഫോടനം നടത്താൻ പ്രേരിപ്പിക്കാനും ബന്ധുക്കളായ മുഹമ്മദ് ഉമേർ, അബ്ദുൾ റാഷിദ് ഖാസി എന്നിവരെയും മസൂദ് അസർ ചുമതലപ്പെടുത്തി. 60ഓളം ജയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ കാശ്മീർ താഴ്വരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ 35 പേർ പാകിസ്ഥാനിൽ നിന്നും ബാക്കിയുള്ളവർ പ്രദേശവാസികളുമാണ്. തീവ്രവാദി നേതാക്കൾ ദക്ഷിണ കാശ്മീരിലെ ഒളിത്താവളങ്ങളിലാണ്. ഇവർ നേരിട്ട് ആക്രമണത്തിന് ഇറങ്ങിയിട്ടില്ല. ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന പാകിസ്ഥാൻ കേന്ദ്രമായ 6 ഭീകര സംഘടനകളുടെ യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ അധ്യക്ഷനാണ് മസൂദ് അസ്ഹർ. പക്ഷേ ആർമി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പേര് പറഞ്ഞ് കഴിഞ്ഞ 8 യോഗങ്ങളിൽ മസൂദ് പങ്കെടുത്തില്ല. ആക്രമണ രീതി അവരോട് വിശദീകരിച്ചിട്ടുമില്ല. പക്ഷേ സ്ഫോടനം ഉടനെ ഉണ്ടാകുമെന്ന് ജിഹാദി കൗൺസിൽ യോഗത്തെ അറിയിച്ചിരുന്നു. മസൂദിന്റെ അഭാവത്തിൽ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ സയ്യിദ് സലാഹുദ്ദീൻ യോഗത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ജനുവരി 19 നടന്ന അവസാന യോഗത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ ബ്രിഗേഡിയറും പങ്കെടുത്തു. ഈ തെളിവുകളെല്ലാം ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് കൈമാറും. ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് സ്ഥാപിക്കാനും മസൂദ് അസ്ഹറിനെ ഭീകരനാണെന്ന് പ്രഖ്യാപിക്കാനും തെളിവുകൾ ഉപകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സുരക്ഷ ശക്തമാക്കി. കാശ്മീരിൽ നിരോധനാജ്ഞ തുടരും. മൊബൈൽ ഫോൺ വഴിയുള്ള ഇന്റർനെറ്റും വിച്ഛേദിച്ചിട്ടുണ്ട്. അതേസമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ 2014 ശേഷമാണ് ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ 177% വർദ്ധിച്ചതെന്ന കണക്കുകളും പുറത്തുവരുന്നു. കാശ്മീർ സ്ഫോടനത്തിന് ശേഷം നയതന്ത്ര മേഖലയിൽ അനുദിനം വഷളാകുന്ന ഇന്ത്യ പാക് ബന്ധം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സുരക്ഷ ശക്തമാക്കി. സൈനികർക്ക് പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകിയതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ജമ്മു കാശ്മീരിലെങ്ങും ഇന്ത്യ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. കാശ്മീരിൽ നിരോധനാജ്ഞ 3ാം ദിവസമായി ഇന്നും തുടരും. ഫോൺ വഴിയുള്ള ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാനാണിത്. അതേസമയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ 2014 ശേഷം തീവ്രവാദി ആക്രമണങ്ങൾ 177% വർദ്ധിച്ചതായി കണക്കുകൾ. 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ 2017 അത് 342 കടന്നു. 2018 ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളുടെ എണ്ണം 614 വർദ്ധിച്ചു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 5505 സൈനികരെയാണ് ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യക്ക് നഷ്ടമായത്. വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിക്കുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാജ്യത്തെ സൈനികർ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് 2013 നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം 2019 തിരിഞ്ഞുകുത്തുന്നു. രാജ്യത്ത് സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ കഴിവുകേടാണെന്നും രാജ്യം ഭരിക്കാൻ അറിയാത്തതുകൊണ്ടാണെന്നുമായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 40 വീരപുത്രന്മാരെയാണ് കണ്ണു ചുമന്ന നേരം കൊണ്ട് രാജ്യത്തിന് നഷ്ടപ്പെട്ടത്. രാജ്യത്തിന്റെ സൈനികർ കൊല്ലപ്പെടുന്നതിന് ഉത്തരവാദിയും മറുപടി പറയേണ്ടതും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണ് എന്നാണ് 2013 അധികാരത്തിൽ കയറും മുൻപ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്. രാജ്യത്തെ സൈനികർ മരിക്കുന്നു. ഭാരതത്തിന് തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരുന്ന ഭാരതത്തിന്റെ അവസ്ഥ ലജ്ജാകരമാണ്. കേന്ദ്ര സർക്കാരിനെ മാത്രമേ ഞാനിതിന് കുറ്റപ്പെടുത്തുകയുള്ളൂ. രാജ്യം ഭരിക്കാൻ അറിയില്ല, അതിന്റെ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണം എന്നായിരുന്നു മോദി അന്ന് പ്രസംഗിച്ചത്. हमारे देश के जवान मारे जा रहे हैं और मैं तो देख रहा हूं हिंदुस्तान सर झुका रहा है. ऐसा दुर्दैव कभी देखा नहीं. भारत इस प्रकार से असहायता का अनुभव करे, इससे बड़ा कोई दुर्भाग्य नहीं हो सकता. और इसके लिए मैं पूरी तरह
केंद्र सरकार को जिम्मेवार मानता हूं। उनकी नीतियों को, उनके सारे कार्यकलाप को, उनकी उदासीनता को यह देश कभी भी माफ नहीं करेगा। 6 വർഷങ്ങൾക്കിപ്പുറം ഇതേ വാക്കുകൾ മോദി സർക്കാരിനെ തിരിഞ്ഞുകൊത്തുന്നു. മോദി സർക്കാർ അധികാരമേറ്റ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ കണക്കെടുത്താൽ മോദി ഭരണം വന്ന ശേഷം 177% തീവ്രവാദ ആക്രമണങ്ങളാണ് രാജ്യത്ത് ഉണ്ടായത്. 2014 222 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 2017 രാജ്യത്ത് 805ഉം 2018 941മായി ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു. 95 സൈനികർക്ക് 2018 മാത്രം ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്തേക്കാൾ NDA സർക്കാരിന്റെ ഭരണകാലത്ത് ഭീകരാക്രമണങ്ങൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. 2001 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ദേശസുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്രം കൈക്കൊണ്ട നിലപാടുകളിലെ വീഴ്ചകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്. പുൽവാമ സ്ഫോടനത്തിൽ മരിച്ച സൈനികന്റെ ശവസംസ്കാര യാത്രയിൽ ചിരിച്ചുല്ലസിച്ച BJP MP സാക്ഷി മഹാരാജ. ഉത്തർപ്രദേശിലെ ഉന്നാവോയിലെ വസതിയിലേക്ക് സൈനികന്റെ മൃതദേഹം എത്തിക്കുന്ന വാഹനത്തിലാണ് MPയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് റാലിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കൈവീശി കാണിച്ചും ചിരിച്ചും സാക്ഷി മഹാരാജ നടത്തുന്ന പ്രകടനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. വീരമൃത്യു വരിച്ച സൈനികനെ ഒരു നോക്ക് കാണാൻ തിങ്ങി നിറഞ്ഞ ജനങ്ങൾക്ക് മുമ്പിലാണ് ഉനാവോയിൽ നിന്നുള്ള BJP MP സാക്ഷി മഹാരാജയുടെ പ്രകടനം. മൃതശരീരം കൊണ്ടുപോവുകയായിരുന്ന വാഹനത്തിന്റെ മുൻനിരയിൽ കയറിപ്പറ്റിയ MP സൈനികന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ജനങ്ങളെ നോക്കി കൈവീശി കാണിച്ചും ചിരിച്ചും നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് റാലിക്ക് സമാനമായ രീതിയിലാണ് സാക്ഷി മഹാരാജ പെരുമാറുന്നതെന്ന് വിമർശിച്ച് സോഷ്യൽ മീഡിയ രംഗത്തെത്തി. സൈനികന്റെ കുടുംബവും ബന്ധുക്കളും ദുഃഖാർത്ഥരായി അതേ വാഹനത്തിലുള്ളപ്പോഴാണ് ഔചിത്യബോധമില്ലാതെ MP ചിരിക്കുന്നത്. ട്വിറ്ററിലൂടെ നിരവധി പേർ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വസന്തകുമാറിന്റെ വീട് മന്ത്രി AK ബാലൻ സന്ദർശിച്ചു. ധനസഹായം, മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം, ഭാര്യ ഷീനയുടെ ജോലി സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ അടിയന്തരമായി പരിഗണിക്കും. 19 മന്ത്രിസഭായോഗം ഉചിത തീരുമാനം എടുക്കും. ഈ മാസം 20 മുഖ്യമന്ത്രി പിണറായി വിജയനും വസന്തകുമാറിന്റെ വീട്ടിലെത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ തൃക്കേപ്പറ്റയിലുള്ള വസന്തകുമാറിന്റെ തറവാട് വീട്ടിലെത്തിയ മന്ത്രി AK ബാലൻ അമ്മയെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കേട്ടു. എല്ലാം പരിഹരിക്കുമെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനുശോചനവും AK ബാലൻ കുടുംബത്തെ അറിയിച്ചു. വസന്തകുമാറിന്റെ കുടുംബത്തിന് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് AK ബാലൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ആവശ്യം. മറ്റൊന്ന്, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവോദയ സ്കൂളിൽ സൗകര്യമുണ്ടാകണം. കേന്ദ്രീയ വിദ്യാലയ അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അതാകുമ്പോൾ കുട്ടികൾക്ക് നേരിട്ട് വീട്ടിൽ വരുന്നതിനും അമ്മയെ നേരിട്ട് കാണുന്നതിനും സാധിക്കും. ഇതാണ് പ്രധാനമായി ഉന്നയിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് ഉചിതമായ തീരുമാനമെടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി വീണ്ടും ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അടുത്ത് ചേരുന്ന ക്യാബിനറ്റ് 19-ാം തീയതി ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റ് ഉചിതമായ തീരുമാനം എടുക്കുന്നതായിരിക്കും. 19-ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്. പുൽവാമ സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാശ്മീരി സ്വദേശികൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ അക്രമം തുടരുന്നു. സുരക്ഷാ ഭീഷണി മൂലം പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പൂട്ടി മുറികളിൽ തങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ വിദ്യാർത്ഥികളെ ദേശദ്രോഹികളെന്ന് വിളിച്ച് VHP പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. തങ്ങൾക്കെതിരായ അക്രമങ്ങളെ തുടർന്ന് പലയിടത്തും കശ്മീരികൾ കടകൾ പോലും അടച്ചിട്ടു. ഇത്തരം അക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി CPIM ആവശ്യപ്പെട്ടു. 40 സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ സംഭവത്തിന് പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കശ്മീർ സ്വദേശികൾക്കും കശ്മീരികളായ വിദ്യാർത്ഥികൾക്കും നേരെ അക്രമങ്ങളും ഭീഷണികളും തുടർക്കഥയാവുകയാണ്. രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി കശ്മീരികളെ ആക്രമിക്കുന്ന സംഭവങ്ങളും പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു.
കഴിഞ്ഞ ദിവസം ഡെറാഡൂണിൽ 12ഓളം കശ്മീരി വിദ്യാർത്ഥികളെ ദേശദ്രോഹികളെന്ന് വിളിച്ച് VHP പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അംബാലയിൽ കശ്മീരി വിദ്യാർത്ഥികളെ വീടൊഴിപ്പിച്ചു വിടുകയും ചെയ്തിരുന്നു. അക്രമം ഭയന്ന് പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ മുറി പൂട്ടി അകത്ത് കഴിയുകയാണ്. ദില്ലി ഉൾപ്പെടെ കശ്മീരികളുടെ താമസയിടങ്ങളിൽ പല ഏജൻസികളുടെ പേരിൽ തെരച്ചിലുകളും ഉണ്ടാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കശ്മീരികളെ ആക്രമിക്കാനുള്ള ആഹ്വാനങ്ങൾ തുടരുകയാണ്. സുരക്ഷാ ഭീഷണി തോന്നുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കാമെന്നറിയിച്ചുള്ള ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സജീവമാണ്. പുൽവാമ സംഭവത്തെ തുടർന്ന് കശ്മീരികൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളെ CPIM പോളിറ്റ് ബ്യൂറോ അപലപിച്ചു. പുൽവാമ സംഭവം ദുഃഖകരമാണെങ്കിലും ഈ സാഹചര്യം മുതലെടുത്ത് നിരപരാധികൾക്കെതിരെ അക്രമം നടത്തുന്നത് നിന്ദ്യമാണ്. കശ്മീരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുക്കണമെന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കണ്ടു. അക്രമങ്ങളും ഭീഷണിയും നേരിടുന്നവർക്ക് സഹായം തേടാൻ CRPF 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇറാൻ സൈനികരുടെ വാഹനത്തിന് നേരെ ചാവേർ ആക്രമണം നടത്തിയ ഭീകരരെ പാകിസ്ഥാന്റെ സുരക്ഷാ സൈനികരാണ് പിന്തുണയ്ക്കുന്നതെന്ന് ഇറാൻ. പാകിസ്ഥാനി ഭീകരരെ ശിക്ഷിച്ചില്ല എങ്കിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും പരിണത ഫലങ്ങൾക്ക് പാകിസ്ഥാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും മേജർ ജനറൽ മുഹമ്മദ് അലി സഫാരി മുന്നറിയിപ്പ് നൽകി. ഇസ്ഫഹാൻ നഗരത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യപ്രണാമം അർപ്പിച്ച് സംസാരിക്കവെയായിരുന്നു ജഫാരിയുടെ മുന്നറിയിപ്പ്. ബലൂചിസ്ഥാനിൽ ഇറാൻ സൈനികരുടെ വാഹനത്തിന് നേരെ നടന്ന ചാവേർ ആക്രമണത്തിൽ 27 സൈനികരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ടെഹ്റാനിലെത്തി. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു നീങ്ങണമെന്നും ധാരണയായി. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര 4ാം ദിനം പുരോഗമിക്കുന്നു. ജാഥയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ലഭിക്കുന്നത്. BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കേന്ദ്ര സർക്കാരിനായില്ലെന്നും കോടിയേരി കഴക്കൂട്ടത്ത് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്ന ജാഥ ഇന്ന് വൈകിട്ട് കിളിമാനൂരിൽ അവസാനിച്ച് നാളെ കൊല്ലം ജില്ലയിൽ പ്രവേശിക്കും. മികച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ പ്രയാണം തുടരുന്നത്. ആയിരങ്ങളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്നത്. ഇന്ന് കഴക്കൂട്ടത്ത് നിന്നാണ് ജാഥ ആരംഭിച്ചത്. BJPക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്നും RSSനെതിരായി നെഞ്ചോട് ചേർന്ന് നിന്ന് പൊരുതുന്നത് ഇടതുപക്ഷമാണെന്നും BJP മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണെന്നും ജാഥ ക്യാപ്റ്റൻ കോടിയേരി അഭിപ്രായപ്പെട്ടു. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും BJP മത്സരിക്കുമ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ BJPയെ നേരിടാൻ കഴിയുള്ളൂ. കോൺഗ്രസുകാരെ വിശ്വസിച്ചുകൂടാ. ജയിക്കുന്ന കോൺഗ്രസുകാർ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നില്ല. ഇന്നത്തെ ഹിന്ദു പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു വാർത്ത കർണാടകത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കർണാടകത്തിലെ കോൺഗ്രസ് MLA ഉമേഷ് ജാദവ് കോൺഗ്രസ് രാജിവെച്ചു. ഈ കോൺഗ്രസ് MLA പാർലമെന്റ് ഇലക്ഷനിൽ ലോകസഭയിലുള്ള കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജുന ഖാർഗെക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനികർക്ക് പോലും സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാരിന് ആകുന്നില്ല. BJP അധികാരത്തിൽ വന്നതിനു ശേഷം 890 പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കേന്ദ്ര സർക്കാരിന് പാലിക്കാൻ കഴിഞ്ഞില്ലെന്നും BJPയെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇന്ന് കിളിമാനൂരിൽ അവസാനിക്കുന്ന ജാഥ നാളെ കൊല്ലം ജില്ലയിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPക്ക് ബദലായി ഇടതുപക്ഷത്തിന് മാത്രമേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരാനാകൂവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സ്ത്രീ സുരക്ഷയിലും ലിംഗനീതിയിലും മികച്ച മുന്നേറ്റമാണ് കേരളത്തിൽ LDF സർക്കാർ കാഴ്ചവെക്കുന്നതെന്നും ഇതിന്റെ പ്രതിഫലനം ജാഥയ്ക്ക് ലഭിക്കുന്നുണ്ടെന്നും കോടിയേരി പറഞ്ഞു. കേരള സംരക്ഷണ യാത്രയിലെ സ്ത്രീ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്ന് പറഞ്ഞ കോടിയേരി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടിന്റെ പിന്തുണയാണെന്നും പറഞ്ഞു. വ്യത്യസ്ത മേഖലയിൽ ലിംഗനീതിക്കും സ്ത്രീ സമത്വത്തിനുമായി സർക്കാരിന്റെ ഇടപെടൽ ജനങ്ങൾക്ക് ബോധ്യമായതായും കോടിയേരി പറഞ്ഞു. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് സ്ത്രീകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ വമ്പിച്ച സ്ത്രീ പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. LDF സർക്കാർ
സ്വീകരിച്ച നടപടികളിൽ കൂടുതൽ സ്ത്രീ സൗഹൃദമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ LDF ഗവൺമെൻറ് നടത്തുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിനുണ്ടാകുക. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമില്ല. എന്നാൽ BJPയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ പ്രാദേശിക തലത്തിൽ പ്രധാന പാർട്ടികളെ CPIM പിന്തുണയ്ക്കും. ഇത് പ്രായോഗിക അടവ് നയമാണെന്നും കോടിയേരി വ്യക്തമാക്കി. BJPയെ തോൽപ്പിക്കുക എന്നതാണ് മുഖ്യമായിട്ടുള്ള നിലപാട്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നില്ലെങ്കിൽ, ഇടതുപക്ഷം പിന്താങ്ങുന്ന കക്ഷികളില്ലെങ്കിൽ, അത്തരം മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ്? ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയോ BSPയോ കോൺഗ്രസോ മൂന്നാൾ മത്സരിച്ചാൽ അവിടെ SP-ക്കായിരിക്കും അല്ലെങ്കിൽ BSP-ക്കായിരിക്കും BJPയെ തോൽപ്പിക്കാനുള്ള കരുത്ത്. അവിടെ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. അത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് അതാത് സ്ഥലത്ത് തീരുമാനിക്കും. ഇടതുപക്ഷം ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷം മത്സരിക്കാത്ത മണ്ഡലങ്ങളിലെല്ലാം, ഇടതുപക്ഷം പിന്തുണ നൽകുന്ന കക്ഷികളില്ലാത്ത മണ്ഡലങ്ങളിലെല്ലാം BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രായോഗികമായ അടവ് നയം സ്വീകരിക്കും. വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്നും സെൽഫിയെടുത്ത അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നടപടി ഔചിത്യബോധമില്ലായ്മയാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. അത് കണ്ണന്താനമല്ലേ? അദ്ദേഹം ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകത കാണിച്ചാലല്ലേ അദ്ദേഹം കണ്ണന്താനമാവുള്ളൂ. അതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഇത് സംബന്ധിച്ച്? ഔചിത്യബോധം ഇത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രകടിപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുന്നു. കേരളം BJPക്കൊപ്പം നിൽക്കാത്തതിന് സംസ്ഥാനത്തെ പ്രളയക്കെടുതിയിൽ പോലും സഹായിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചട്ടംചാലിൽ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ ഇന്ന് പയ്യന്നൂരിൽ സമാപിക്കും. കേരളത്തിലെ സർവേ ഫലങ്ങൾ തെറ്റാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. LDF ജനകീയ അടിത്തറ ശക്തമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. ശബരിമലയുടെ സംരക്ഷണത്തിന് പദ്ധതി നടപ്പാക്കുന്ന LDF സർക്കാരിനെ വിശ്വാസികൾ പിന്തുണയ്ക്കുമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ദേശീയതലത്തിൽ BJP നേരിടുന്ന തിരിച്ചടി കേരളത്തിലും പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിന് ഒരു പ്രത്യേക പാക്കേജ് വേണം എന്ന ആവശ്യം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? ഈ ബഡ്ജറ്റിൽ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന നിലയിൽ വളരെ വലിയ സൗജന്യങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞപ്പോഴും കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് അവഗണിച്ചു. ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇവരാരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നുണ്ടോ? കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഒരു മാസത്തെ ശമ്പളം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറയുകയും അതിനെതിരെ ഹൈക്കോടതിയിൽ പോവുകയും ചെയ്ത പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിന് എന്താ അർത്ഥം? നിയമസഭാ രൂപീകരണത്തിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP ഇതര പാർട്ടികൾക്ക് ഒരു സീറ്റിൽ കൂടുതൽ കൊടുക്കാത്ത സംസ്ഥാനമെന്ന കുപ്രസിദ്ധിയുണ്ട് ഛത്തീസ്ഗഡിന്. മാവോയിസ്റ്റുകളുടെ കേന്ദ്രമായ ബസ്തർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ഇത്തവണ രാഷ്ട്രീയ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു. ലോക്സഭാ സീറ്റുകൾ ആകെ 11. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 2004 മുതൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലം ഒരേ രീതിയിൽ. കോൺഗ്രസിന് 1 സീറ്റ്, BJPക്ക് 10 സീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംഘപരിവാർ സംഘടനകൾക്ക് വിജയം സമ്മാനിക്കുന്ന ഛത്തീസ്ഗഡ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രമൺ സിംഗിന്റെ നേതൃത്വത്തിൽ 15 വർഷമായി നിന്ന സർക്കാർ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം പൊത്തി. ആകെയുള്ള 90 നിയമസഭാ സീറ്റിൽ 68 കോൺഗ്രസിനും
15 സീറ്റിൽ മാത്രമേ വിജയിക്കാൻ BJPക്കുമായുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം പരിശോധിക്കുമ്പോൾ BJPയുടെ കൈവശമുള്ള 10 ലോക്സഭാ സീറ്റിലും മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനായി. ഇത്തവണ 10 സീറ്റ് കോൺഗ്രസിനും 1 സീറ്റ് BJPക്കും ലഭിക്കുമെന്ന രീതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞേക്കാം. BJPക്ക് ഒപ്പം നിന്നിട്ടുള്ള നഗരപ്രദേശങ്ങൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ കൈവിട്ടു. ഭൂപേഷ് ബാഗൽ സർക്കാർ ഓരോ ലോക്സഭാ സീറ്റിന്റെയും ചുമതല മന്ത്രിമാർക്ക് വീതിച്ചു നൽകി പ്രചാരണം ആരംഭിച്ചു. പരാജയപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ രമൺ സിംഗിനെ മുൻനിർത്തി ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ കേന്ദ്ര നേതൃത്വത്തിന് താൽപര്യമില്ല. കോൺഗ്രസ് വിട്ട അജിത് ജോഗി മത്സരിക്കുമോ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വലിയ പ്രതീക്ഷയോടെ നിയമസഭയിൽ മത്സരിച്ചിട്ടും വെറും 4 സീറ്റിൽ മാത്രം ഒതുങ്ങാനേ അജിത് ജോഗിയുടെ പാർട്ടിക്ക് കഴിഞ്ഞുള്ളൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. 3 മലയാളികൾ ഉൾപ്പെടെ 17 പേരുടെ മരണത്തിന് കാരണമായ കരോൾബാഗിലെ അർപ്പിത് ഹോട്ടൽ തീപിടുത്തത്തിൽ ഹോട്ടലുടമയെ അറസ്റ്റ് ചെയ്തു. അർപ്പിത് ഹോട്ടൽ ഉടമയായ രാകേഷ് ഗോയലിനെയാണ് ദില്ലി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദില്ലി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ഗോയലിനെ കൂടാതെ ഹോട്ടൽ മാനേജറെയും അസിസ്റ്റന്റ് മാനേജറെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് രാഷ്ട്രീയ വേർതിരിവോടെയെന്ന് MM മണി. കേരള പുനർനിർമ്മാണത്തിന് തുക സ്വരൂപിക്കാൻ മന്ത്രിമാരെ അനുവദിക്കാതെ പ്രധാനമന്ത്രി വഞ്ചനാപരമായി ഇടപെട്ടുവെന്നും MM മണി. ആലപ്പുഴയിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയപ്രതിസന്ധികളെ സംസ്ഥാന സർക്കാർ ധീരമായി നേരിട്ടപ്പോൾ ഭ്രാന്തൻ നയമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി പറഞ്ഞു. ആലപ്പുഴയിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമുക്ക് അർഹമായ സഹായങ്ങൾ നൽകിയില്ല. അങ്ങേയറ്റത്തെ നിഷേധാത്മകമായ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നത് കേരളീയരായ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഭിക്ഷ നൽകിയതുമില്ല, പട്ടിയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു എന്ന സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വനിതാ സെമിനാർ CS സുജാത ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ന് പുതിയ പ്രതിനിധികളെ തെരഞ്ഞെടുക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ഗ്രാമസ്വരാജ് പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്. കൂടുതൽ പദ്ധതി വിഹിതം ചെലവഴിച്ചതിനും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിനുമാണ് പുരസ്കാരം. വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയ മികച്ച ജനപ്രതിനിധിയായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VK മധുവിനെ തിരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകുന്ന ഗ്രാമസ്വരാജ് പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി തുക ചെലവഴിച്ചതിനും നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതിനുമാണ് പുരസ്കാരം. കൂടാതെ ചെങ്ങന്നൂരിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രളയാനന്തര ശുചീകരണ പ്രവർത്തനം നടത്തിയതും അവാർഡിനായി ജില്ലാ പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി. ജില്ലാ പഞ്ചായത്തിലെ ജീവനക്കാരുടെയും മെമ്പർമാരുടെയും ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരുടെയും നിർലോഭമായ സഹകരണമാണ് ഇത്തരത്തിൽ അവാർഡ് ലഭിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാണ്. ജില്ലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തിയ മികച്ച ജനപ്രതിനിധിയായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ പ്രസിഡന്റ് VK മധുവിനെയും തിരഞ്ഞെടുത്തു. ആദ്യമായാണ് സംസ്ഥാന സർക്കാർ മികച്ച പ്രവർത്തനം നടത്തിയ ജനപ്രതിനിധിക്ക് അവാർഡ് നൽകുന്നത്. തൃശൂരിൽ നടന്ന പത്രസമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ തന്നെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ദീൻദയാൽ ഉപാധ്യായ നാഷണൽ അവാർഡിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളതും ഔദ്യോഗിക വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായിട്ടുള്ളതുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. പതിവ് പൂജകൾക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനം ചൊല്ലിയാണ് നട അടയ്ക്കുക. വൈകിട്ട് 6 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. യുവതീ പ്രവേശന വിധിക്ക് ശേഷം നിരോധനാജ്ഞയില്ലാത്ത ആദ്യ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നത്. അതേസമയം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കർശന നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മീനമാസ പൂജകൾക്കായി ശബരിമല നട അടുത്ത മാസം 11-ാം തീയതി വീണ്ടും തുറക്കും. ക്യാബേജ്, കോളിഫ്ലവർ കൃഷിയിൽ റെക്കോർഡ് വിളവ്. കൊല്ലം പവിത്രേശ്വരത്തെ 1 ഏക്കറിലാണ് മികച്ച കർഷകനായ ബാലകൃഷ്ണന്റെ പരീക്ഷണ കൃഷി വിജയം കണ്ടത്. സർക്കാരിന്റെ 1000 ദിനത്തിലെ നേട്ടങ്ങൾക്കൊപ്പം നിർത്താവുന്നതാണ് ഈ കൃഷി.
നാംധാരി ഇനത്തിൽപ്പെട്ടതാണ് ക്യാബേജും കോളിഫ്ലവറും. തെക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഇവ രണ്ടും 3 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. വിത്ത് പാകുന്നതിന് മുമ്പ് ചെയ്ത ജൈവവളമല്ലാതെ പിന്നീടൊന്നും ബാലചന്ദ്രൻ ചെയ്തിട്ടില്ല. എന്തിന് ജൈവ കീടനാശിനി പോലും ഉപയോഗിച്ചില്ല. ശാസ്ത്രീയ കൃഷിയിലും പുതിയ പരീക്ഷണങ്ങൾ ബാലചന്ദ്രൻ നടത്തി. തൈകൾ തമ്മിലുള്ള അകലം 40ഉം വരികൾ തമ്മിലുള്ള അകലം 60ഉം വേണമെന്നിരിക്കെ 40 വീതം അകലം പാലിച്ചായിരുന്നു കൃഷി. അതായത് 16,000 തൈകൾ നടേണ്ടിടത്ത് 20,000 നട്ടു. പരീക്ഷണം വിജയിച്ചെന്ന് മാത്രമല്ല റെക്കോർഡ് വിളവും ലഭിച്ചു. ആകെ ഒരു 8,000 മൂട് ക്യാബേജ് ഉണ്ട്. ഒരു 4 ടണ്ണ് ക്യാബേജിനകത്ത് നിന്ന് കിട്ടും. കോളിഫ്ലവറിനകത്ത് നിന്നൊരു 3.5 ടണ്ണും കിട്ടണം. ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ് അതിന്. വളരെ കൂടുതലെന്ന് വെച്ചാൽ ഈ തൈ നടാൻ മാത്രം ഈ 15,000 തൈ നട്ടതിൻ്റെ നടാൻ മാത്രമുള്ള ലേബർ, തൈ നടാൻ മാത്രമുള്ള ലേബർ തന്നെ ഒരു 30 ലേബറായിപ്പോയി. അപ്പോൾ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ എങ്കിലും ഒരു 20% നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്നു. 1 ഏക്കറിൽ 5.5 ടൺ ക്യാബേജും 4 ടൺ കോളിഫ്ലവറും വിളഞ്ഞു. ക്യാബേജിനും കോളിഫ്ലവറിനും 11 ലക്ഷം രൂപ വിറ്റുവരവും പ്രതീക്ഷിക്കുന്നു. കാർഷിക വിളകൾ കൃഷിമിത്ര എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ വിൽപ്പന നടത്താൻ കഴിയുന്നതിനാൽ ഇടനില ചോർച്ച ഒഴിവാക്കാനുമാകുന്നു. ആഗോളതാപനത്തിന്റെ ഇരയെന്നുകൂടി നമുക്ക് കേരളത്തിന്റെ ഈ ശൈത്യകാലത്തെ വിശേഷിപ്പിക്കാം. രാത്രികാലങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശീതകാല കൃഷിയിൽ പൊന്നു വിളയിച്ചെടുക്കാൻ കർഷകനായ ബാലചന്ദ്രന് ആയത്. പുത്തൂരിലെ പവിത്രക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പൊന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊച്ചിയിലെത്തിയാൽ ഇനി മുതൽ കൂകിപ്പായുന്ന ആവി എഞ്ചിൻ തീവണ്ടിയിൽ യാത്ര നടത്താം. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ കൽക്കരി തീവണ്ടിയാണ് വിനോദസഞ്ചാരികൾക്കായി സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സർവീസിനോട് ആദ്യ ദിനം തന്നെ വലിയ പ്രതികരണമാണ് ഉണ്ടായത്.